ഇതാണ് കുമ്പളങ്ങയും മുരിങ്ങയും കൂടിയിട്ടുള്ള കറി. റെസിപ്പി ഗൈഡ് ചാനൽ വീഡിയോ കാണുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നമ്മളിന്ന് മുരിങ്ങക്കായും കുമ്പളങ്ങയും കറിയാണ് കാണുന്നത്. അതിനുവേണ്ടി ഒരു ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. 1 സ്പൂണ് എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലേക്ക് 4 വെളുത്തുള്ളി, 1 ഇഞ്ചി, 3 പച്ചമുളക് ഇത്രയും ഇടുക. അതിനൊപ്പം ഒരു എതിര് വേപ്പില കൂടി ഇടുക. ഒന്നിളക്കുക, ഇതൊന്നും വേണ്ട, ഒന്നിളക്കിയാൽ മതി. അതിലേക്ക് ആദ്യം മുരിങ്ങക്കായ ഇട്ട് കൊടുക്കും. ഒപ്പം ഒരു തക്കാളിയും ഇടും. അധികം സാധനങ്ങളോ അധികം പൊടികളോ ഒന്നും ഇതിനകത്തേക്ക് ചേർക്കുന്നില്ല. മുരിങ്ങക്കായ തക്കാളി ഒന്ന് ചൂടായാൽ മതി, അധികം വേഗമൊന്നും വേണ്ട. ഒന്ന് ചൂടായി കണ്ടു കഴിഞ്ഞാൽ അതിലേക്ക് ഒരു 1/4 കിലോയോളം കുമ്പളങ്ങ, ഇട്ട് കഴിഞ്ഞാൽ തീ ചെറുതാക്കി വയ്ക്കുക. ഒരു മീഡിയം ടു ഹൈ ഫ്ലെയിമിലേക്ക് വയ്ക്കുക. ഒന്നുകൂടി ഇളക്കുക. ഇതിലേക്ക് ആദ്യം ഒരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ചേർത്ത്, 1 സ്പൂണ് ഉപ്പ്, ഉപ്പ് വേണമെങ്കിൽ പിന്നീട് ചേർക്കാം. ഇപ്പോൾ 1 സ്പൂണ് ചേർത്താൽ മതി. നന്നായിട്ട് ഒന്ന് ഇളക്കുക. മഞ്ഞൾപ്പൊടി ഈ കുമ്പളങ്ങയുടെ മുകളിലൊക്കെ ഒന്നാവണം. അതിനൊക്കെ നിറമൊന്ന് മാറി വേണം. കുമ്പളങ്ങയിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങുന്നതോ ഒന്ന് ഇറക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് അടച്ചു വയ്ക്കും. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞിട്ട് അടുത്ത പരിപാടികളിലേക്ക് കിടക്കും. അതൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ ചെറുതായിട്ടൊന്ന് വെള്ളം ഇറങ്ങിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, കുമ്പളങ്ങയിൽ നിന്ന് കുറച്ച് വെള്ളം ഇറങ്ങും. ഇതൊന്ന് വെന്തൊടിക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് വെള്ളം, അതൊന്ന് തിളച്ച് വരണം. അധികം വെള്ളം ഒന്നും ഒഴിക്കുന്നുണ്ട്, 1/2 കപ്പ് ധാരാളമാണ്. വീണ്ടും അടച്ച് വയ്ക്കുക. തിളച്ച് വരാനായിട്ട് വെയിറ്റ്.